വഖഫ് നിയമത്തിനെതിരെ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗം. ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്നും ശരീഅത്ത് നിയമത്തിന്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണമെന്നും ദീപിക എഡിറ്റോറിയൽ പറയുന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ വഴി തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ എഡിറ്റോറിയലിലൂടെ ദീപിക മുന്നോട്ട് വയ്ക്കുന്നത്. ഏത് തരത്തിലാണ് ശരീഅത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? അപർണ, ശരീഅത്ത് നിയമമാണ് വഖഫ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫിനെയാണ് വിമർശിക്കുന്നത്. വഖഫ് നിയമത്തെയാണ് ഫലത്തിൽ വിമർശിക്കുന്നത് ദീപിക. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മുനമ്പം കമ്മീഷനൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി വന്നിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ദീപിക നടത്തുന്നത്. ഫലത്തിൽ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും കോൺഗ്രസിനും CPM-നെതിരെയും രൂക്ഷമായി വിമർശിക്കുകയാണ് ദീപിക ചെയ്യുന്നത്. അസഹനീയമായ മതപ്രീണന രാഷ്ട്രീയമാണ് ഇവർ നടത്തുന്നതെന്ന് ദീപിക കുറ്റപ്പെടുത്തുകയാണ്. ഇതിന്റെ പ്രാകൃത വകുപ്പുകൾ, അതായത് വഖഫ് നിയമത്തിന്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണമെന്ന് കോൺഗ്രസിനെ ഫലത്തിൽ ഉന്നം വെച്ചുകൊണ്ട് ദീപിക പറയുകയാണ്. ഈ മുനമ്പം പ്രശ്നം സർക്കാരിന് വേഗത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടെ പ്രസംഗിച്ചിരുന്നത്. ഈ പരാമർശം ഉൾപ്പെടെ തള്ളുകയാണ്. അതായത് ഹൈക്കോടതിക്ക് പോലും ഇപ്പോൾ ഇടപെടാൻ, അതായത് ഈ വഖഫിനാണ് അധികാരം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന വാദങ്ങൾ ശരിയല്ല, പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്തല്ല, ഇത്തരം വാദങ്ങൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ദീപിക ചെയ്യുന്നത്. വഖഫ് നിയമം നിലനിൽക്കുമ്പോൾ അതിന്റെ ഇരകൾക്ക് നീതി നൽകാനാവില്ല. ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ഒരു മതേതര നിലപാട് ശരിവെക്കുന്ന നടപടിയാണ് എന്നും ദീപിക പറയുകയാണ്. പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് മതേതര വിശ്വാസികളെ വലിച്ചിഴക്കുകയാണ് ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നതെന്നും ദീപിക കുറ്റപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ നിയമ ഭേദഗതി വന്നാൽ അതിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന കാര്യത്തിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കണമെന്നും ദീപിക ആവശ്യപ്പെടുന്നുണ്ട്. ഫലത്തിൽ ഇടത് വലത് മുന്നണികളെ തള്ളിപ്പറയുമ്പോൾ BJP-യോട് അല്പം ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് ഫലത്തിൽ ദീപിക ഈ മുഖപ്രസംഗത്തിൽ എത്തുകയാണ്. അപർണ. റൈറ്റ്, ശ്രീജിത്ത് വിവരങ്ങൾ നൽകി.